നമുക്ക് നദികളും അവയുടെ അപരനാമങ്ങളും നോക്കാം. കേരളത്തിൽ 44 നദികളാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ആ 44 നദികളിൽ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നവയാണ്. ഏതൊക്കെയാണത്? കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ഈ 44 നദികളിൽ ചില നദികൾക്ക് അപരനാമങ്ങളുണ്ട്. മറ്റ് ചില പേരുകളിൽ ഈ നദികളൊക്കെ അറിയപ്പെടുന്നുണ്ട്. ചില വിശേഷണങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് നോക്കാം. ബാക്കി മറ്റൊരു എപ്പിസോഡിലായിട്ട് നോക്കാം. വിയ്യൂർ പുഴ. വിയ്യൂർ പുഴ എന്നറിയപ്പെടുന്നത് താണിക്കുടം പുഴയാണ്. എന്താണ്? വിയ്യൂർ പുഴ എന്നറിയപ്പെടുന്നത് താണിക്കുടം പുഴയാണ്. അപ്പോൾ വിയ്യൂർ പുഴ എന്നറിയപ്പെടുന്നത് താണിക്കുടം പുഴ. കപില എന്നറിയപ്പെടുന്നത് എന്താണ്? കബനിയാണ്. കപില എന്നറിയപ്പെടുന്നത് കബനിയാണ്. നിള, പേരാർ, പൊന്നാനിപ്പുഴ ഈ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? ഭാരതപ്പുഴയാണ്. അപ്പോൾ നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് എന്താണെന്നറിയാമോ? ദക്ഷിണ ഭാഗീരഥി എന്ന വിശേഷണമുള്ളത് പമ്പയ്ക്കാണ്. പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്. പൊൻപുഴ, നിലമ്പൂർ പുഴ, ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ചാലിയാർ പുഴയാണ്. എന്തൊക്കെയാണ്? പൊൻപുഴ, നിലമ്പൂർ പുഴ, ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാലിയാർ പുഴയാണ്. നമ്മൾ ദക്ഷിണ ഭാഗീരഥി പമ്പയാണെന്ന് പറഞ്ഞു. കേരളത്തിലെ ഗംഗയാണ് ഭാരതപ്പുഴ. എന്താണ്? കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കുയ്യാലിപ്പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരിപ്പുഴയാണ് കേട്ടോ. കുയ്യാലിപ്പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരിപ്പുഴയാണ്. ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്നത് എന്താണ്? കോരപ്പുഴയാണ്. ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്നത് കോരപ്പുഴയാണ്. കഴിഞ്ഞിട്ടില്ല. വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ പുഴയാണ്. വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്നത് തിരൂർ പുഴയാണ്. ആലുവാപ്പുഴ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? പെരിയാറാണ്. പെരിയാറിൻ്റെ മറ്റൊരു വിശേഷണമാണ് ആലുവാപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് മയ്യഴിപ്പുഴയാണ് കേട്ടോ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ അത് മയ്യഴിപ്പുഴയാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. പയസ്വിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. പെരുമ്പുഴ എന്നറിയപ്പെടുന്നതും ചന്ദ്രഗിരിപ്പുഴയാണ്. എന്താണ്? പയസ്വിനി, പെരുമ്പുഴ ഈ പേരുകൾ അറിയപ്പെടുന്നതും ചന്ദ്രഗിരിപ്പുഴയാണ്. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? കടലുണ്ടിപ്പുഴയാണ്. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ്. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി നോക്കാം. പെരുമ്പുഴ, പയസ്വിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ്. മഞ്ഞനദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ആലുവാപ്പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്നത് തിരൂർ പുഴയാണ്. വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ പുഴയാണ്. കപില എന്ന പേരിൽ അറിയപ്പെടുന്നത് കബനിയാണ്. പൊന്നാനിപ്പുഴ, അതുപോലെ നിള, പേരാർ ഈ പേരുകൾ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. വിയ്യൂർ പുഴ എന്നറിയപ്പെടുന്നത് താണിക്കുടം പുഴയാണ്. ദക്ഷിണ ഭാഗീരഥിയാണ് എന്ത്? ദക്ഷിണ ഭാഗീരഥിയാണ് പമ്പ. കേരളത്തിലെ ഗംഗയാണ് ഭാരതപ്പുഴ. പൊൻപുഴ, നിലമ്പൂർ പുഴ, ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ ഈ പേരുകൾ അറിയപ്പെടുന്നത് ചാലിയാർ. ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്നത് കോരപ്പുഴയാണ്. കുയ്യാലിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? തലശ്ശേരിപ്പുഴയാണ്. അപ്പോൾ എന്താണ്? ഇത്രയും നദികളും അവയുടെ അപരനാമങ്ങളും നമുക്കിപ്പോൾ നോക്കാം. കുറച്ചുകൂടിയുണ്ട്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഇത് കേൾക്കുക. കേട്ട് എന്ത് ചെയ്യുക? നന്നായി മനസ്സിലാക്കി പഠിക്കുക.